ഭക്തജന തിരക്കിൽ ശബരിമല സന്നിധാനം. ഇടവിട്ട് പെയ്യുന്ന ചെറിയ മഴ ഭക്തർക്ക് പ്രതിസന്ധിയുണ്ടാക്കുന്നുണ്ട്. ഇന്ന് ഇതുവരെ 75,000-ഓളം ഭക്തർ ഭഗവാനെ ദർശിച്ചു. സന്നിധാനത്തു നിന്നും അരുൺ കൊടുങ്ങൂർ തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക്. ഇന്ന് പുലർച്ചെ 3 മണിക്ക് നട തുറന്നപ്പോൾ മുതൽ ആരംഭിച്ച ഭക്തജന തിരക്ക് ഇപ്പോഴും തുടരുക തന്നെയാണ് ചെയ്യുന്നത്. ഏതായാലും വലിയ രീതിയിലുള്ള ഒരു ഭക്തജന തിരക്ക് ആദ്യ ദിവസങ്ങളിലെ പോലെ തന്നെ ഇപ്പോഴും അനുഭവപ്പെടുന്നു. പക്ഷേ തിരക്ക് പൂർണ്ണമായും നിയന്ത്രണ വിധേയമാണ് എന്ന് നമുക്ക് പറയാം. കാരണം ആദ്യ 2 ദിവസങ്ങളിലുണ്ടായ സംഭവ വികാസങ്ങൾ അത് ശബരിമലയെ സംബന്ധിച്ചോളം ഒരിക്കലും നടക്കാൻ പാടില്ലാത്ത സംഭവങ്ങളായിരുന്നു. കാരണം ഭക്തരുടെ കണ്ണീർ വീഴുന്ന ഒരു അവസ്ഥയിലേക്ക് വന്ന് നിയന്ത്രണങ്ങളെല്ലാം തന്നെ അപ്പാടെ പാളുന്ന ഒരു അവസ്ഥയുണ്ടായിരുന്നു. ഭക്തർക്ക് വെള്ളം കിട്ടാത്ത ഒരവസ്ഥ, വെളിച്ചമില്ലാത്ത വഴിയിലൂടെ വരേണ്ടി വന്നിരുന്നു, ഭക്ഷണം കിട്ടാത്ത അവസ്ഥ, അതോടൊപ്പം തന്നെ ശൗചാലയങ്ങളില്ലാത്ത അവസ്ഥ. അങ്ങനെ ഭക്തരെ സംബന്ധിച്ചോളം ആദ്യ ദിവസങ്ങൾ ശരിക്കും നരകയാതന തന്നെയായിരുന്നു ശബരിമല സന്നിധാനത്ത് ഉണ്ടായത്. അതിലേറ്റവും എടുത്തു പറയേണ്ടത് മുന്നൊരുക്ക പ്രവർത്തനങ്ങളിൽ വന്ന ഗുരുതരമായുള്ള കുറ്റകരമായുള്ള ഒരു അനാസ്ഥ തന്നെയാണ് ഇവിടെ വലിയ പ്രതിസന്ധി തീർത്തത്. ഇതുതന്നെയായിരുന്നു ഭക്തർക്ക് വലിയ ബുദ്ധിമുട്ടുണ്ടായത്. അതോടൊപ്പം തന്നെ വിവിധ വകുപ്പുകൾ തമ്മിലുള്ള ഏകോപനമില്ലായ്മ, പോലീസിൻ്റെ ഭാഗത്തുനിന്നും നിയന്ത്രണങ്ങൾ പോയി, അങ്ങനെ ഭക്തർക്ക് വലിയ ബുദ്ധിമുട്ടുണ്ടാകുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ഇതിനുശേഷം ഹൈക്കോടതിയുടെ ഒരു ഇടപെടലുണ്ടായി. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ കൃത്യമായി തന്നെ എന്തൊക്കെയാണോ വീഴ്ചകൾ ഉണ്ടായത്, ആ വീഴ്ചകൾ ജനം TV നേരത്തെ ലൈവത്തോടിൽ കൃത്യമായി തന്നെ ഈ കാര്യങ്ങളൊക്കെ തന്നെ ചൂണ്ടിക്കാട്ടിയിരുന്നു. പക്ഷേ അതൊന്നും തന്നെ അന്ന് നടപടിയെടുക്കാൻ തയ്യാറായിരുന്നില്ല. ഒടുവിൽ ഹൈക്കോടതി തന്നെ നേരിട്ട് ഇടപെട്ടുകൊണ്ട് ഈ വിമർശനങ്ങൾ അക്കമിട്ട് നിരത്തി. ഇതിനുശേഷമാണ് ഇന്ന് പമ്പയിൽ അവലോകന യോഗം നടത്തി ഈ കാര്യങ്ങളൊക്കെ തന്നെ വീഴ്ചകൾ ഉണ്ടായിട്ടുണ്ട്, വീഴ്ചകൾ പരിഹരിക്കുമെന്ന് പറഞ്ഞു. അതോടൊപ്പം തന്നെ ഇന്ന് സന്നിധാനത്ത് സംഭവിച്ചോളം കേന്ദ്രസേന പൂർണ്ണമായും സന്നിധാനത്ത് സജ്ജമായിരിക്കുകയാണ്. കഴിഞ്ഞ ദിവസം NDRF സംഘം എത്തിയിരുന്നു. ഇന്ന് RAF സംഘം കൂടി, കോയമ്പത്തൂരിൽ നിന്നുള്ള RAF സംഘമാണ് ഇന്ന് രാവിലെയോടെ സന്നിധാനത്ത് ചുമതല ഏറ്റിരിക്കുന്നത്. 140 പേരടങ്ങുന്ന സംഘമാണ് ശബരിമലയിലെ തിരക്ക് നിയന്ത്രണം, അതോടൊപ്പം തന്നെ സുരക്ഷാ ചുമതല അടക്കം വിനിയോഗിക്കാനായി അല്ലെങ്കിൽ നിയോഗിച്ചിട്ടുള്ളത്. എന്തായാലും വലിയ രീതിയിലുള്ള ഒരു ഭക്തജന തിരക്ക് ഇപ്പോഴും ശബരിമല സന്നിധാനത്ത് തുടരുകയാണ്.